ബാർഗെയിൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ലീഗിന് ഇതാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, വാസ്തവത്തിൽ CPM വിരുദ്ധതയാണ്. അതിൽ നിന്ന് പെട്ടെന്നൊന്നും നേതൃത്വത്തിന് മാറി ഒരു ഇടതുപക്ഷത്തേക്കുള്ള യാത്ര തുടങ്ങാനുള്ള സമയമായിട്ടില്ല. രാജ്യം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നിൽ നിൽക്കുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്ഘാടന ശിലാസ്ഥാപന മഹാമഹങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്നാണ് കരുതേണ്ടത്. ഒരുപക്ഷെ മാർച്ച് ആദ്യവാരം തീയതികൾ പ്രഖ്യാപിച്ചേക്കാം. കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിലെ രണ്ട് മുന്നണികളും LDFും UDFും വളരെ ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. LDFിലും UDFിലും ചെറിയ തോതിലുള്ള അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. LDFിൽ RJD ആണ് ഒരു സീറ്റിന് ആവശ്യപ്പെടുകയും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തത്. അത് ഏതാണ്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നു. UDFിൽ മുസ്ലിം ലീഗാണ് തങ്ങൾക്ക് 3-ാം സീറ്റിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞത്. ഇതാദ്യമായിട്ടല്ല ലീഗ് ഇത് പറയുന്നത്. ലീഗ് ഇത് പറഞ്ഞപ്പോഴൊക്കെ ലീഗിന് അതിന് അർഹതയുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് ലീഗ് അതിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ കോൺഗ്രസ് അത് കൊടുക്കില്ല എന്ന് പറയുകയോ, ഇപ്പോൾ ലോക്സഭാ സീറ്റ് നൽകാനാവില്ല, പിന്നീട് വരുന്നൊരു രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകാം എന്നുള്ള തരത്തിലുള്ള ചില നീക്കുപോക്കുകൾ ഉണ്ടായതായിട്ട് അഭ്യൂഹങ്ങളുണ്ട്. നമുക്കിപ്പോൾ ഉള്ള ഇൻസൈറ്റിൽ MP പ്രശാന്താണ് സീനിയർ ജേർണലിസ്റ്റ്. ലീഗ് ഈ ആവശ്യം വളരെ സീരിയസ് ആയിട്ട് ഉന്നയിച്ചാണോ ഇത്തവണ? സംശയമാണ്. കാരണം ഇത് ലീഗിൻ്റെ അണികളിൽ നല്ലൊരു വിഭാഗത്തിൽ ലീഗിന് കിട്ടുന്ന 4 സീറ്റ് എന്നുള്ളത് വളരെ തുച്ഛമാണ് എന്നുള്ള ഒരു വലിയൊരു ബോധ്യമുണ്ട്. ഒരു 3 സീറ്റല്ല, ഒരു 5 സീറ്റെങ്കിലും ലീഗിൻ്റെ ശക്തിക്കനുസരിച്ചിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ നേതൃത്വം പലപ്പോഴും കോൺഗ്രസുമായിട്ട് വിട്ടുവീഴ്ച നടത്തുകയോ അല്ലെങ്കിൽ അവരുടെ വലിയ മനസ്സിൻ്റെ ഒരു പ്രതീകമായിട്ട് സീറ്റുകൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു ധാരണ ലീഗിൻ്റെ അണികളിൽ വളരെ ശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് ആവശ്യപ്പെടാതിരിക്കാൻ മുസ്ലിം ലീഗിന് ആവില്ല. അത് ആത്മാർത്ഥമായിട്ടാണോ ആവശ്യപ്പെട്ടത് എന്നുള്ള കാര്യം, അതല്ലെങ്കിൽ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. കാരണം ലീഗ് 3 സീറ്റ് മാത്രമല്ല കൂടുതൽ സീറ്റ് അർഹരാണ് എന്ന് കോൺഗ്രസ് പറയുകയും ഇതിപ്പോൾ രണ്ടുപേരും പറയുമ്പോൾ ആരാണ് സീറ്റ് കൊടുക്കാത്തത് എന്നൊരു പ്രശ്നം വരും. ഇപ്പോൾ ലീഗ് സീറ്റിന് ആവശ്യപ്പെടുകയും കോൺഗ്രസ് അത് അവരെ അർഹമാണെന്നും പറയുമ്പോൾ മൂന്നാമതൊരാളില്ലല്ലോ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ. പക്ഷേ സീറ്റ് കിട്ടാറുമില്ല, കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് മുസ്ലിം ലീഗ് ഇത്തരത്തിലുള്ള നിലപാടെടുക്കുന്നത് വളരെ അഗ്രസീവായിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരു പക്ഷേ ലീഗ് അവരുടെ അണികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പാർട്ടിയിലുള്ള പറയുമ്പോഴേ ഇപ്പോൾ ET ആയിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു. ET ആ ഇൻ്റർവ്യൂവിൽ ഞങ്ങളിത് വളരെ ശക്തമായി ഉന്നയിക്കും എന്ന് പറയുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി പരസ്യമായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കും. സാദിഖ് അലി തങ്ങൾ പറയുന്നു. സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം സംഘടനാപരമായിട്ട് ഒരു ചിട്ടയായ രീതിയും ഒരു കെട്ടുറപ്പും കുറെ കൂടെ ഊർജ്ജസ്വലതയും ഒക്കെ ലീഗിനുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ പരസ്യമായിട്ട് പറയുമ്പോൾ അത് അങ്ങനെ വെറുതെ പറയുകയാണ്, അല്ലെങ്കിൽ അണികളുടെ ഒരു ആവശ്യം അതൊന്ന് തൃപ്തിപ്പെടുത്തിയേക്കാം തൽക്കാലത്തേക്ക്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3-ാമത്തെ സീറ്റ് ആവശ്യപ്പെട്ടു, ലീഗ് കൊടുക്കാൻ ഇപ്പോഴത്തെ അവസരത്തിൽ പറ്റില്ല എന്ന് കോൺഗ്രസ് കർശനമായി പറയും. പിന്നെ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഒന്നുകിൽ മുന്നണി വിട്ടുപോകണം, അല്ലെങ്കിൽ കടുത്ത അതൃപ്തിയോട് കൂടിയിട്ട് UDFിൽ തുടരുകയും ചെയ്യണം. അപ്പോൾ ഇതാണല്ലോ പോകുമ്പോഴേ, ഒന്നുകിൽ സീറ്റ് തരും അല്ലെങ്കിൽ തരില്ല, 2 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ സീറ്റ് തരില്ല എന്ന് പറഞ്ഞിട്ട് മുന്നണിയിൽ തുടരുന്നത് വളരെ അതിഭീകരമായ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വളരെ ആത്മാർത്ഥമായിട്ടാണ് ഈ 3-ാമത്തെ സീറ്റ് ആവശ്യപ്പെടുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൃത്യമായ ഏതെങ്കിലും സീറ്റ് കാണിച്ചു കൊടുത്തുകൊണ്ട് വളരെ ശക്തമായ രീതിയിൽ തന്നെ ചർച്ചകൾ മുന്നോട്ട് പോകുമായിരുന്നു. കോൺഗ്രസിനെ അങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം മുസ്ലിം ലീഗിനെ പിണക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് എന്തായാലും തയ്യാറാവില്ല. അങ്ങനെ ഒരു വാശിയിലേക്ക്, അങ്ങനെ ഒരു കടുംപിടുത്തത്തിലേക്ക് ലീഗ് നേതൃത്വം പോയി എന്ന് നമുക്ക് കരുതാനാവില്ല. അതിനിടയിൽ വാർത്തകൾ വന്നിരുന്നല്ലോ. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്, അല്ലെങ്കിൽ K സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂർ, ഇല്ലെങ്കിൽ വടകരയോ കോഴിക്കോടോ, ഇങ്ങനെ 4 സീറ്റുകൾ. അതിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയി കേട്ടത് രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്, അല്ലെങ്കിൽ K സുധാകരൻ ഇല്ലെങ്കിൽ കണ്ണൂർ എന്നുള്ളതായിരുന്നു. അങ്ങനെയുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് K സുധാകരൻ ഉണ്ടല്ലോ ഇപ്പം, അതാണിപ്പോൾ പ്രശ്നം വന്നത്. K സുധാകരൻ മത്സരരംഗത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിനുണ്ടാകുന്ന പരിക്കുകൾ കണക്കെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് സുധാകരൻ ഞാൻ തന്നെ മത്സരിക്കാം എന്ന് പറയുന്നത്. ഇപ്പം ഇനി വയനാടിലെ കാര്യം,
വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിനാണ് കൊടുക്കേണ്ടത്. കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് അവിടെ രാഹുൽ ഗാന്ധിയല്ല കോൺഗ്രസ്സിലെ എല്ലാ കാൻഡിഡേറ്റും ജയിക്കുന്നത്. പക്ഷേ അത് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ലീഗ് നേതാവ് പരസ്യമായിട്ട് ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വയനാട് വേണം എന്ന് പുറമേ പറഞ്ഞിട്ടില്ല, അവർ ഉള്ളിലൂടെ പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലുള്ള അടിസ്ഥാനമായ പ്രശ്നം എന്നുള്ളത് മുസ്ലിം ലീഗിന് പരിമിതികൾ എന്ന് പറയുന്ന സാധനങ്ങൾ പണ്ടേ പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. മുസ്ലിം ലീഗിന് പരിമിതികളുണ്ട്. അങ്ങനെ വളരെ ശക്തമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ അഗ്രസീവായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നതല്ല. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിന് ഒരു സീറ്റ് അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈ സമുദായം ഒരു അപ്സെറ്റ് ആവുന്നു, സാമുദായിക പ്രാതിനിധ്യത്തിൽ എന്തെങ്കിലും വരുന്നു എന്നുള്ള ചർച്ച, ബാലൻസ് സെറ്റ്. ഇത് ഈ ചർച്ച വേറെ ഒരു സമുദായത്തിൻ്റെ കാര്യത്തിൽ വരാറില്ല. അതെ, 5-ാം മന്ത്രി, അതിന് മുമ്പ് 4 മന്ത്രിമാരും ചീഫ് വിപ്പ് ഉണ്ടായിരുന്നു. അത് ഫലത്തിൽ ക്യാബിനറ്റ് പദവിയുള്ള 5 മന്ത്രിമാരെയാണ്. അപ്പോൾ ഇത് മുസ്ലിം ലീഗിനെ ഒരു വലിയ ഒരു എന്താ പറയുക, മുസ്ലിം ലീഗിന് ഒരു ഇമേജ് ട്രാപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ വളരെ മാന്യമായി വളരെ സൗമനസ്യത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംഘടനയാണ്, വിശാല മനസ്സുള്ളതാണ്, ഞങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളൊരു ഇമേജ് ഇതിൻ്റെ ട്രാപ്പിലാണ് മുസ്ലിം ലീഗ് പെട്ടുപോയിട്ടുള്ളത്. ഇത്തവണയും ആ ട്രാപ്പിൽ നിന്ന് മുക്തരായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മുസ്ലിം ലീഗിനോട് അവസാനം പറയുന്നത് നിങ്ങൾക്ക് ഈ സീറ്റുകൾ തരാമെന്നാണ്. മുസ്ലിം ലീഗ് മുമ്പ് കിട്ടിയ സീറ്റുകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സിന്. അത്രയും വിശാലമായ മനസ്സുള്ള മുസ്ലിം ലീഗ് ഈ പ്രാവശ്യവും തീർച്ചയായിട്ടും അപ്പോൾ അതാണ് ഇപ്പോൾ ലീഗിന് അങ്ങനെ ഒരു ഇമേജ് ബിൽഡ് ചെയ്ത് പോയത് കൊണ്ട് ആ ഇമേജിൻ്റെ ആ ഒരു കെട്ടുപാടിൽ നിന്ന് വളരെ പെട്ടെന്ന് കുതറി മാറാൻ ലീഗിന് ഒരു വലിയ പരിക്കില്ലാതെ പുറത്തു പോകാനുള്ള ഒരു സാധ്യത ഇല്ല. അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തീരുമാനിക്കണം, UDFുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ഇത് ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി ഈ LDFിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോഴും ആസ് ഓഫ് നൗ അങ്ങനെ ഒരു സാധ്യത നമ്മുടെ മുന്നിൽ കാണുന്നില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെ ഭൂരിപക്ഷ അണികളും അങ്ങേയറ്റം CPM വിരുദ്ധ നിലപാടുള്ളവരാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുക പോലും സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളിത് കേട്ടതാണ്. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആവണമെങ്കിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് വേണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര സീറ്റ് വേണം, ഒരു സീറ്റ് ഇപ്പോൾ 2 സീറ്റ് ഇപ്പോൾ തൽക്കാലം ലീഗിന് തരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആർഗ്യുമെൻറ്റ് അതിപ്പോഴും വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലെന്തെങ്കിലും ഒരു അടിസ്ഥാന ഒരു യുക്തിയുള്ള വാദമാണ്? അല്ല, സാങ്കേതികമായി ഇത് ശരിയാണ്. സാങ്കേതികമായിട്ട് ഒറ്റക്കക്ഷിയാകണമെങ്കിൽ കോൺഗ്രസ് കഴിയുന്നത്ര സീറ്റുകൾ ഒരു സമാഹരിക്കണമല്ലോ. പക്ഷേ അതിനുള്ള സാധ്യതകളില്ലല്ലോ. ഇപ്പോൾ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ഒറ്റക്കക്ഷിയായി വരാനുള്ള ഒരു രാഷ്ട്രീയ ചുറ്റുപാടുകൾ ഇന്ത്യയിൽ എവിടെയും നിലനിൽക്കുന്നില്ല. അപ്പോൾ കഴിയാവുന്ന സീറ്റുകൾ മുഴുവൻ മറ്റുള്ളവർ. ഇപ്പം കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നത്, ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് തകരുന്നു എന്ന് നോക്കിയാൽ ഇതാണ് പ്രശ്നം. പല സ്ഥലത്തും അവർ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ ഒരു ബാഗേജ് ഉണ്ടല്ലോ, ഞങ്ങളാണ് ഏറ്റവും വലിയ കക്ഷി, ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി ഞങ്ങളാണ് എന്നൊരു ധാരണയിൽ നിന്ന് അവർ പുറകോട്ട് പോകാൻ, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ കോൺഗ്രസ്സിന് വലിയൊരു മടിയുണ്ട്. അതുകൊണ്ടാണ് മറ്റ് കക്ഷികളുമായിട്ടുള്ള സീറ്റ് ചർച്ചകളൊക്കെ അത് മറ്റുള്ളവർ മുതലെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ ബംഗാളിലുള്ള പ്രശ്നങ്ങൾ, കേരളത്തിലെ മുസ്ലിം ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ പ്രശ്നം ഒരിക്കലും ആ രീതിയിൽ പോകാറില്ല. അപ്പോൾ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ഈ മടി കോൺഗ്രസിൻ്റെ മടിയാണ്. അത് വാസ്തവത്തിൽ അതിനെ ന്യായീകരണമായിട്ടാണ് വരുന്നത്. ഞങ്ങൾ ഒറ്റക്കക്ഷിയായാൽ മാത്രം, അങ്ങനെ ഒറ്റക്കക്ഷിയാവണമെന്നില്ല. ഇന്ത്യ മുന്നണി ആയാലും മതിയല്ലോ. ഇന്ത്യ മുന്നണി ഘടകകക്ഷിയാണല്ലോ മുസ്ലിം ലീഗ്. അപ്പോൾ അവരെ വെട്ടിക്കൊണ്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടേണ്ടത് എന്നുള്ള, അതായത് ലീഗിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിൽ ഇന്ന് വേണമെങ്കിൽ പോലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് ഏതായാലും പോകാതിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ നല്ലതെന്ന് തോന്നുന്നു. ഇത് പറയുമ്പോൾ ഇനിയിപ്പോഴുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഈ 2 സീറ്റ് എന്നുള്ള പതിവ് ഫോർമുലയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ വരാനിരിക്കുന്ന ഒരു രാജ്യസഭാ സീറ്റ് എന്നുള്ളതാണ്. ഇത് മുൻകാലത്ത് കോൺഗ്രസ് ഇങ്ങനെ വാഗ്ദാനം നൽകുകയും
പിന്നെ രാജ്യസഭാ സീറ്റിൻ്റെ ഇലക്ഷൻ വരും, ഇപ്പം ഞങ്ങൾ അടുത്തത് തരാം എന്ന് പറയുകയൊക്കെ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ല, കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോൺഗ്രസിൽ തന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് മറ്റ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ടുണ്ട് മുസ്ലിം ലീഗ്. ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലീഗാണ്. അത് LDF-നായാലും UDF-നായാലും BJP പോലും. ബട്ട് ടി ജി മോഹൻദാസ് പറഞ്ഞത് NDA ലീഗുമായിട്ട് ചേർന്നിട്ട് മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം കോൺഗ്രസ്സിനുണ്ട്, ലീഗിന് ഇപ്പോൾ നിലവിലുണ്ട്. സാധാരണ ഭരണത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ലീഗ് വളരെ വീക്കെൻഡാവും എന്നായിരുന്നു, അല്ലെങ്കിൽ ശക്തി കുറയുന്നതായിരുന്നു പറഞ്ഞത്. പക്ഷേ സംഘടനാപരമായിട്ട് വളരെ ശക്തമായ രീതിയിലാണ് ഇപ്പം ലീഗ് നിൽക്കുന്നത്. ഇപ്പോൾ ലീഗിൻ്റെ പോഷക സംഘടനകളായാലും MSF ആയാലും യൂത്ത് ലീഗ് ആയാലും വനിതാ ലീഗ് ആയാലും അവർ ഒരുപാട് പരിപാടി നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, കാണാത്ത ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫജർ ക്ലബ്ബ് എന്ന യൂത്ത് ലീഗിൻ്റെ ഒരു പരിപാടി, അതിരാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം കുറച്ച് ഫിസിക്കൽ എക്സസൈസൊക്കെ കഴിഞ്ഞ് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു രീതി. പിന്നെ സീതി സാഹിബ് അക്കാഡമിയ എന്ന പേരിൽ വിശാലമായ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തുന്നത്. അതിപ്പോൾ മറ്റേ വനിതാ ലീഗിൻ്റെ ജില്ലാ ക്യാമ്പുകൾ, അങ്ങനെ വളരെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും സജീവമായ രീതിയിൽ ഇടപെടുന്ന, പുറമേക്ക് കാണാത്ത രീതിയിൽ വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗാണെന്നാണ് തോന്നുന്നത്. അവരുടെ മുസ്ലിം ലീഗ് തന്നെ ഇപ്പം പാർലമെൻ്ററി സീറ്റ് മുതൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ അവർ മീറ്റിങ്ങുകൾ നടത്തി കഴിഞ്ഞു. അവരുടെ സ്ഥാനാർത്ഥി ഏകദേശം നിർണ്ണയിച്ചു. അപ്പം വളരെ ശക്തമായ രീതിയിൽ, മുമ്പില്ലാത്ത രീതിയിൽ അതിശക്തമായ രീതിയിലാണ് ലീഗിൻ്റെ സംഘടനാ സംവിധാനമുള്ളത്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ ലീഗിനെ പറഞ്ഞു പറ്റിക്കാമെന്ന് കോൺഗ്രസ് സാധിക്കുമെന്ന് തോന്നില്ല. കാരണം രാഷ്ട്രീയ സാഹചര്യവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് മുസ്ലിം ലീഗിന് മുന്നിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു മൂന്നാമത്തെ സീറ്റ് ഒരു വേണ്ടെന്ന് വെച്ച് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് സാധാരണ നടക്കുന്നത് പോലുള്ള ഒരു പറ്റിക്കൽ പ്രസ്ഥാനം ഇനി നടക്കും എന്ന് തോന്നുന്നില്ല. ഇതിൻ്റെ അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഏതാണ്ട് സ്ഥിരീകരിച്ച അഭ്യൂഹങ്ങളൊക്കെ പുറത്തേക്ക് ഇ.ടി. മുഹമ്മദ് ബഷീറും അബ്ദുൾ സമദ് സമദാനിയും വീണ്ടും മത്സരിക്കും എന്നുള്ളതാണ്. പക്ഷേ അവർ ഇ.ടി. മലപ്പുറത്തേക്ക് വരുന്നു, അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിലേക്ക് മാറുന്നു. ഇങ്ങനൊരു മാറ്റം നിർദ്ദേശിച്ചതായും അത് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ടതായും ഒക്കെ വാർത്തയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഏതെങ്കിലും തരത്തിലൊരു ഈ മണ്ഡലത്തിൽ സ്വീകാര്യരല്ലാത്ത സ്ഥാനാർത്ഥി എന്നുള്ള പേര് ആർക്കെങ്കിലും ഉള്ളതുകൊണ്ടാണോ, അത് അല്ലെങ്കിൽ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് അത്രത്തോളം സ്വീകരിക്കാൻ കഴിയാത്ത സ്ഥാനാർത്ഥിയായിട്ട് ആരെങ്കിലും ഒരാൾ സിറ്റിംഗ് MP മാറിയതുകൊണ്ടാണോ ഈ ചേഞ്ച് വരുന്നത്? അല്ല, മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, അവരുടെ ജയിച്ചു പോകുന്ന ആൾ തിരിഞ്ഞു നോക്കാറില്ല. അത് സുലൈമാൻ സേഠിൻ്റെ കാലത്തായാലും മറ്റേ ബനാത്ത് കാലത്തായാലും അവർ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അത് ഉൾക്കൊണ്ടിരുന്നു. കാരണം ബനാത്ത് വാലയുടെ ജോലി മലപ്പുറത്തല്ല, അല്ലെങ്കിൽ സുലൈമാൻ സാഹിബിൻ്റെ ജോലി മലപ്പുറത്തല്ല എന്ന കാര്യം പാർലമെൻറ്റിലാണ് എന്നവർ അംഗീകരിച്ചത്. ഇന്ന് നേരെ മറിച്ച് ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും MP അല്ലെങ്കിൽ MLA പ്രസിഡൻ്റ് ഉണ്ടാവണം എന്ന് ഏതാണ്ട് എല്ലാ പാർട്ടിക്കാരും അംഗീകരിച്ചിട്ട്. അപ്പോൾ ഈ MP-യുടെ പ്രകടനം എന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് പൊന്നാനി എന്ന മണ്ഡലത്തെക്കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. പൊന്നാനിയിൽ സമസ്തയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ. അപ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യതയുള്ള മണ്ഡലം പൊന്നാനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ കൂടുതൽ സേഫായ സ്ഥലത്തേക്ക് ഇ.ടി. മാറിയതാണോ എന്ന് നമ്മൾ സംശയിക്കാം. ആ സംശയങ്ങളൊക്കെ അസ്ഥാനത്താണ് എന്നാണ് ഇപ്പോൾ ഉള്ള ചെറിയ വിവരങ്ങൾ നമുക്ക് മനസ്സിലാകും. കാരണം CPM-ന് പൊന്നാനിയിൽ ഒരു ഫൈറ്റ് കൊടുക്കണം എന്ന് യാതൊരു താല്പര്യമില്ല എന്നാണ് തോന്നുന്നത്. കാരണം വലിയൊരു സ്ഥാനാർത്ഥിയെ, അല്ലെങ്കിൽ വളരെ ജനപ്രിയനായ സ്ഥാനാർത്ഥിയെ, ശക്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി ലീഗിനെ ഒന്ന് വിറപ്പിക്കാം എന്നുള്ള ചിന്ത പോലും CPM-ന് ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം CPM-ൻ്റെ ഇപ്പോഴത്തെ ഒരു ലൈന് മുസ്ലിം ലീഗിനെ പിണക്കാതിരിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ ഡിസ്റ്റർബ് ചെയ്യാതെ
കോൺഗ്രസ്സിന് കഴിയുന്നത്ര ഡാമേജ് ഉണ്ടാക്കുക എന്നൊരു ശൈലിയാണ്, എന്നൊരു തന്ത്രമാണ് ലീഗ് എടുക്കുന്നത്. അങ്ങനെ ഒരു തന്ത്രം ലീഗ് എടുക്കുകയാണ്, CPM എടുക്കുകയാണെങ്കിൽ ലീഗിന് സ്ഥാനാർത്ഥിയെ മാറ്റേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേരും വളരെ വളരെ സ്വസ്ഥമായി തന്നെ അവിടെ നിന്ന് ജയിച്ചു വരും. അതിനുള്ള ഒരു കളമാണ് ഒരുങ്ങുന്നത്. ഒരു മാസം മുമ്പുണ്ടായിരുന്ന ഒരു ചിത്രമല്ല. ഒരു മാസം മുമ്പുണ്ടായിരുന്ന ഒരു പൊന്നാനിയെക്കുറിച്ച് എല്ലാവർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. എന്താണ് പൊന്നാനിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത്. ഒരുപക്ഷെ CPM ഒഴിച്ച് മറ്റ് അതിലുൾപ്പെട്ട മറ്റുള്ളവർ കക്ഷികളൊക്കെയും വളരെ ആവേശത്തിലായിരുന്നു. പൊന്നാനിയിൽ ഒരുപക്ഷെ ലീഗിനൊരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത്. പക്ഷേ CPM കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളത് ഇനി കണ്ടറിയണം. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അവരെടുക്കുന്ന തീരുമാനം എന്തായിരിക്കും എന്നുള്ളത് ഒരു പൊന്നാനിയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം ലീഗിനോട് CPM എടുക്കുന്ന നയത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം. ഒരു കാര്യം കൂടെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഇതിൻ്റെ ലീഗിൻ്റെ ഒരു സംഘടനാ സംവിധാനം തുടർച്ചയായ രണ്ടാം തവണയും ഭരണത്തിൽ നിന്ന് മാറി നിന്നിട്ട് പോലും സംഘടനാ സംവിധാനം വളരെ ചിട്ടയായി പ്രവർത്തിക്കുന്നു. ലീഗിന് നല്ല ഡിമാൻഡും ഉണ്ട്. അതായത് ബാർഗെയിൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ലീഗിന് ഇതാണ്. അത് ഈ നേതാക്കൾ നഷ്ടപ്പെടുത്തുന്നു എന്നൊരു തോന്നൽ അത് അണികളിൽ ഉണ്ടാവില്ലേ? അല്ല, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിൽ അങ്ങനെ ഒരു ബാർഗെയിൻ പവർ ഇപ്പോൾ മറ്റങ്ങോട്ട് LDFിലേക്ക് മാത്രമല്ലേ പോകാൻ പറ്റുള്ളൂ. BJP ബാന്ധവം എന്നുള്ളത് അചിന്തനീയമായ കാര്യമാണല്ലോ. അപ്പോൾ ഈ സമുദായത്തിന് എന്താണ് നേട്ടം, സമുദായത്തിന് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിം ലീഗിന് രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് എന്താണ് ഏറ്റവും നല്ലത് എന്ന് തീരുമാനിക്കുകയാണ് അത് മുസ്ലിം ലീഗിന് വേണ്ടത്. അപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് എന്താണ് ഗുണമെന്നല്ല, മറിച്ച് തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമുദായത്തിന് ആരോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്ന് ലീഗിന് തീരുമാനിക്കേണ്ടി വരും. അപ്പോൾ ആ തീരുമാനത്തിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. കോൺഗ്രസുമായി അഖിലേന്ത്യാ തലത്തിൽ നിന്നുകൊണ്ട് BJPയുമായിട്ട് ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിന്നുകൊണ്ട് അത് BJPക്കെതിരെ ഫൈറ്റ് ചെയ്യുക. വളരെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഈ രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോവുക എന്നുള്ള ഓപ്ഷൻ ഈ ഒരു ഘട്ടത്തിൽ ലീഗിന് ചിന്തിക്കമാണ്. കാരണം അത്രയും ശക്തമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് വിരോധമോ CPM വിരോധമോ അണികളിൽ ബോധപൂർവ്വം ഉണ്ടാക്കിയെടുത്തതാണ്. അത് MK മുനീറിനെ പോലെ അല്ലെങ്കിൽ KM ഷാജിയെ പോലുള്ള നേതാക്കന്മാർ, ചില മതസംഘടനാ നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി കഴിഞ്ഞ കുറേ കാലം നടത്തിയ വളരെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു CPM വിരുദ്ധ, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, വാസ്തവത്തിൽ CPM വിരുദ്ധതയാണ്. അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് അണികളിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പെട്ടെന്നൊന്നും നേതൃത്വത്തിന് മാറി ഒരു ഇടതുപക്ഷത്തേക്കുള്ള യാത്ര തുടങ്ങാനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ, ലീഗിൻ്റെ അണികൾക്കിടയിൽ ഒരുപാട് ആശങ്കകളുണ്ട്. അപ്പോൾ ഈ രാമക്ഷേത്ര കാര്യത്തിൽ, ഗ്യാൻവാബിയുടെ പ്രശ്നത്തിൽ, പക്ഷേ എന്താണ് ഒരു പോംവഴി എന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് മറ്റൊരു ഓപ്ഷൻ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. റൈറ്റ്. മുസ്ലിം ലീഗ് 3-ാം സീറ്റിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. കിട്ടാനൊരിക്കലും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലാത്ത ഒരു 3-ാം സീറ്റ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. 2 സീറ്റിൽ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം പരിമിതപ്പെടുത്തുകയും അവർക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 2 സീറ്റിൽ അവർ മത്സരിക്കുകയും കോൺഗ്രസ് ബാക്കി 17 സീറ്റിൽ മത്സരിക്കുകയും 16 സീറ്റിൽ മത്സരിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിരിക്കും മിക്കവാറും നമ്മൾ ഈ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലം എടുക്കുമ്പോൾ കാണുക. അതിന് ലീഗിൻ്റേതായ ന്യായങ്ങളുമുണ്ട്. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും.